السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد. സർവശക്തനായ അല്ലാഹു തആല പുണ്യ റമളാനിന്റെ അവസാന വെള്ളിയാഴ്ച വിശുദ്ധ മസ്ജിദിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗത്തിലും നമ്മെയെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമളാനിന്റെ രാപ്പകലുകളിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. റമളാനിൽ ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെയെല്ലാം ചേർക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. കാമിലായ മുഅ്മിനായി മരിക്കുന്നവരിൽ അല്ലാഹു നമ്മയും ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യും. വിശുദ്ധ മാസം നമ്മോട് യാത്ര പറയുകയാണ്. അവസാന വെള്ളിയാഴ്ച തന്നെയാണ്, അസ്തമിച്ച രാവിലാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടേണ്ട ഏറ്റവും സുപ്രസിദ്ധമായ സന്തോഷനിർഭരമായ പ്രാർത്ഥനകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടേണ്ട രാവ്. ഇൽതമിസുഹാ ഫിൽ അശ്രിൽ അവാഖിരി ഫിൽ വിത്ർ. അവസാന 10 ഒറ്റയിട്ട രാവുകളിൽ 21, 23, 25 തുടങ്ങിയ രാത്രികളിൽ നിങ്ങൾ നിർണയ നിശീധിനിയെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രാവേതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കാരണം മറ്റു രാവുകളിലും ഈ നന്മയെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ധാരാളം അമലുകൾ ചെയ്യുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും വേണം. എന്നാലും സ്വഹാബത്തുൽ കിറാമും പിൽക്കാലത്ത് വന്ന മഹാപണ്ഡിതന്മാരും 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ എന്നതിന് ആണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സഹാബികളുടെ ഒരു സംഗമം സംഘടിപ്പിച്ചു. പ്രായത്തിൽ താരതമ്യേന ചെറുപ്പക്കാരനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. കൂട്ടത്തിൽ അദ്ദേഹവുമുണ്ട്. സഹാബികളിൽ ചിലർ പറഞ്ഞു, നമ്മൾ ഈ മുതിർന്നവർ വരുന്ന സന്ദർഭത്തിൽ എന്തിനാണ് ചെറുപ്പക്കാരനായ ഇബ്നു അബ്ബാസ് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു, ഇന്നഹു ഫതൻ ലഹു ഖൽബു ഉഖൂലിൻ. ധാരാളം ചിന്താനിർഭരമായ ഹൃദയത്തിന്റെ ഉടമയാണ് ഇബ്നു അബ്ബാസ്. വലിസാനു സുഊലിൻ. നന്നായി താൽപര്യപൂർവം നന്മകൾ ചോദിക്കുവാൻ കഴിയുന്ന നാവിന്റെ ഉടമയുമാണ് ഈ ചെറുപ്പക്കാരൻ. അങ്ങനെ അവർ ചർച്ച നടത്തുന്നത് ലൈലത്തുൽ ഖദർ എന്നതിനെ സംബന്ധിച്ചാണ്, എന്നാണ് എന്നതിനെ കുറിച്ചാണ്. സ്വഹാബികൾ പൊതുവിൽ പറഞ്ഞു, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിലെ അവസാന 10 ഒറ്റയിട്ട രാവിൽ ഈ രാത്രി പ്രതീക്ഷിക്കുവാനാണല്ലോ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ അഭിപ്രായം എന്നാണെന്ന് നമ്മൾ പ്രത്യേകമായി പറയേണ്ടതില്ല. ഇബ്നു അബ്ബാസ് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു, റളിയല്ലാഹു അൻഹു, ഇന്നി ലഅظن അന്നഹാ. തീർച്ചയായും ആ ലൈലത്തുൽ ഖദർ 27-ാം രാവിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ ചോദിച്ചു, അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾ പറയാൻ കാരണം എന്താണ്? അദ്ദേഹം അതിനെ യുക്തിഭദ്രമായ രീതിയിലാണ് മറുപടി പറഞ്ഞത്. ലോകം മുഴുവൻ 7 അധിഷ്ഠിതമാണ്. 7 ആകാശം, 7 ഭൂമി, 7 രാപ്പകലുകൾ, 7 തവാഫുകൾ, 7 സഅയുകൾ, 7 റംയുകൾ, ഓരോന്നും 7 എണ്ണമാണ്. അതുകൊണ്ട് 27-നായിരിക്കും ലൈലത്തുൽ ഖദർ. അദ്ദേഹം പറഞ്ഞു, ലൈലത്തുൽ ഖദർ എന്നതിൽ 9 അക്ഷരമാണുള്ളത്. ഈ 9 അക്ഷരം ഖുർആനിൽ ആവർത്തിക്കപ്പെട്ട
വർദ്ധിക്കപ്പെട്ടു 3 തവണ. ആ 3 9 തവണ 9 3മായി ഗുണിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് 27ആണ്. ശർഈയായ വീക്ഷണപ്രകാരമല്ലെങ്കിലും യുക്തി കൊണ്ടളന്നാൽ നമുക്ക് ലഭ്യമാകുന്നത് 27 തന്നെയാണല്ലോ. അതുകൊണ്ട് ആ രാവിനെ തന്നെയാണ് ലൈലത്തുൽ ഖദറായി ഞാൻ കാണുന്നത് എന്ന് റഈസുൽ മുഫസ്സിരീൻ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഖുർആൻ ഇറങ്ങിയ രാവാണല്ലോ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ രാവ്, ശ്രേഷ്ഠതയുടെ രാവ്, പുണ്യങ്ങളുടെ രാവ്. അതല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സകലമാന കാര്യങ്ങളും നിർണയിക്കുന്ന, അല്ലാഹു തീരുമാനമെടുക്കുന്ന രാവ്. ഇനി അതുമല്ലെങ്കിലോ ലൈലത്തുൽ ഖദരി ബിഫത്ഹിദ്ദാലി, ഖദർ എന്ന് പറഞ്ഞാൽ ഖുദ്സാകുന്ന അവസ്ഥ. അല്ലാഹുവിന്റെ മാലാഖമാരുടെ വർദ്ധിച്ച സാന്നിധ്യം കൊണ്ട് ഈ ഭൂമിയാകമാനം ഖുദ്സാകുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവ്. ഏതായാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് അസ്തമിച്ചാൽ നമ്മളൊക്കെ ആ രാവിലാണ്. ഈ രാവിൽ നമ്മൾ ധാരാളം അമലുകൾ ചെയ്യണം. 1000 മാസങ്ങളെക്കാൾ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒരു തസ്ബീഹ് ഈ രാത്രിയിൽ ഒരാൾ ചൊല്ലിയാൽ 1000 മാസം തസ്ബീഹ് ചൊല്ലിയ പ്രതിഫലം. ഒരു നിസ്കാരം ഈ രാത്രി നിസ്കരിച്ചാൽ 1000 മാസത്തെക്കാൾ എന്നതുപോലെ 1000 മാസം എന്നല്ല, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ. ആയുസ് വളരെ കുറഞ്ഞവരാണ് നമ്മളൊക്കെ. ഈ കുറഞ്ഞ ആയുസ്സിൽ തന്നെ അമലുകൾ വളരെ കുറഞ്ഞവരാണ് നമ്മളൊക്കെ. ആ അമലുകളിൽ തന്നെ തഖ്വ വളരെ കുറഞ്ഞവരാണ് സാധുക്കളായ നമ്മളൊക്കെ. അതിനിതാ അള്ളാഹു നമ്മുടെ ഖൽബിന് ആനന്ദം നൽകുന്ന രീതിയിൽ, ആഹ്ലാദം നൽകുന്ന രീതിയിൽ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവ് നൽകിയിരിക്കുന്നു. ഇതിനെ വിലമതിക്കുന്നവരാകണം നമ്മൾ. മൻ ഖാമ ലൈലത്തുൽ ഖദർ, ഈ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ, ഈ രാത്രിയുടെ പ്രാധാന്യത്തെ വിശ്വസിച്ച് ഈ അമലുകൾ പൂർണ്ണമായും അംഗീകരിച്ച് പ്രതിഫലം ആഗ്രഹിച്ച് ആരെങ്കിലും ഈ രാത്രിയിൽ അമൽ ചെയ്താൽ അല്ലാഹു അവന്റെ സകലമാന പാപങ്ങളും പൊറുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അവസാനത്തെ 10 പൊതുവായും ഈ രാത്രിയിൽ പ്രത്യേകമായും നമ്മൾ അള്ളാഹുവിനോട് തേടുന്ന തേട്ടമുണ്ട്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ നിന്റെ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണം. വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുകയും വേണം. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാകണം വിശ്വാസികളെ ഈ തേട്ടം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ തേട്ടം മനസ്സിന്റെ ഉള്ളിലുള്ള വലിയ ഒരു പ്രാർത്ഥനയായി, വലിയ ഒരാഗ്രഹമായി നമ്മൾ നടത്തിയാൽ മാത്രമേ അള്ളാഹു അവന്റെ നരകത്തിൽ നിന്ന് നമ്മെ കാക്കുകയുള്ളൂ. നമുക്കത് ഓർക്കാൻ എവിടെയാണ് സമയം? നമ്മുടെ ഹൃദയത്തിലൊരു ഭയപ്പാടോടെ നരകം എന്ന അള്ളാഹുവിന്റെ ഭയപ്പെടുത്തുന്ന ആ ലോകത്തെക്കുറിച്ച് ആലോചിക്കാൻ എവിടെയാണ് സമയം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആയുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, നരകത്തിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. നമ്മൾ കരുതും നരകം സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ അനുഭവിക്കുവാനുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ന്. അല്ല മുഅ്മിനേ, ഏത് സമയത്താണോ അല്ലാഹു നമ്മുടെ ലോക ജീവിതം അവസാനിപ്പിക്കുന്നത്, ഈ ലോകത്ത് നമ്മുടെ അവസാന നിമിഷങ്ങൾ ഏതാണോ അവിടം മുതൽ നമുക്കറിയാം, ആ സമയത്തിനനുസരിച്ച് നമുക്കറിയാം ഞാൻ സ്വർഗവാസിയാണോ അതല്ല അള്ളാഹു എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടോ എന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന നിമിഷങ്ങളിൽ അവിടെന്ന് പറയാറുണ്ടായിരുന്നു, പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലാഹുമ്മ ഇന്നക തഅഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിൽ
എന്റെ നഖങ്ങൾക്കിടയിലൂടെ, വിരലുകൾക്കിടയിലൂടെ, സിരകൾക്കിടയിലൂടെ, ഞരമ്പുകൾക്കിടയിലൂടെ അല്ലാഹുവേ നീ എന്റെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എന്റെ ആത്മാവിനെ വലിച്ചൂരിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ഫഅഇന്നി അലൽ മൗത്ത് വഹവ്വിൻഹു അലയ്യ. പടച്ചവനെ, ഈ മരണം എനിക്ക് എളുപ്പമാക്കുകയും ഇത് നിസ്സാരാനുഭവമായി എനിക്ക് നീ തോന്നിക്കുകയും ചെയ്യണമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു നിമിഷം നമുക്കും വരും. അന്ന് നമ്മൾ കാണുന്ന ചില അത്ഭുതങ്ങളുണ്ട്. റഖീബ് അതീദ് അലൈഹിമസ്സലാമിനെ അന്ന് ഏതൊരു മനുഷ്യനും കാണുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കാതിരുന്നവർ അന്നറിയും, ചിന്തിക്കാതിരുന്നവർ അന്നത് മനസ്സിലാക്കും. ഈ രണ്ട് മാലാഖമാരുടെ സാന്നിധ്യം മരണ സന്ദർഭത്തിൽ മനുഷ്യൻ അല്ലാഹു അറിയിച്ചു കൊടുക്കും. കുറ്റവാളിയായ ഒരാളാണ് എങ്കിൽ, ദുർമാർഗിയായ ഒരാളാണ് എങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മടി കാണിക്കുന്ന, ഹറാമുകൾ ചെയ്യാൻ തൽപരനായ ഒരാളാണ് എങ്കിൽ ഓർത്തോളൂ, അല്ലാഹു നിശ്ചയിക്കുന്ന അവസാന നിമിഷങ്ങളിലെ അവസ്ഥ ഈ മാലാഖമാർ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അവനെ ശപിക്കും, അവനെതിരായി പ്രാർത്ഥിക്കും, അവനോട് പറയും ലാ ജസാകല്ലാഹു അൻഹാ ഖൈറാ, ലാ ജസാകല്ലാഹു അന്നാ ഖൈറാ. പടച്ചവൻ നിനക്കൊരു നന്മയും തരാതിരിക്കട്ടെ. കാരണം ഫറുബ്ബ മജ്ലിസി സൂഇൻ അജ്ലസ്തന, എത്രയെത്ര മോശമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയാണ് നീ ഞങ്ങളെ ഇരുത്തിയത്. ഗാനമേളകളിൽ, സിനിമാ നടന്മാരുടെ സാന്നിധ്യത്തിൽ, സീരിയലുകൾ കാണുന്ന ഇടങ്ങളിൽ, ഹറാമായ സംസാരങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ, ചിരിക്കുന്ന ഇടങ്ങളിലും തമാശ പറയുന്ന സ്ഥലങ്ങളിലും, ഇങ്ങനെ നല്ല ഓർമ്മകൾ സമ്മാനിക്കാത്ത ഇടങ്ങളിൽ നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയില്ലേ? എത്രയെത്ര മോശമായ പ്രവർത്തനങ്ങളാണ് നീ ഞങ്ങളെ കൊണ്ട് രേഖപ്പെടുത്തിയത്, എത്ര ഹറാമായ വർത്തമാനങ്ങളാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത് എന്ന് ശപിച്ചുകൊണ്ട് റഖീബ് അതീദ് അലൈഹിസ്സലാം അവരോട് പറയും. നല്ല ഒരു മനുഷ്യനാണെങ്കിലോ ആ മലക്കുകൾ അവനെ പ്രകീർത്തിക്കും, അവനെ അഭിനന്ദിക്കും, അവനോട് പറയും അബ്ശിർ ബിൽ ജന്ന, നീ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിഞ്ഞവനാവുക. അല്ലാഹു അങ്ങനെ ഒരു വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലൻ യഖ്റുജ അഹദുകും മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് നിങ്ങളാരും യാത്രയാവുകയില്ല. ഹത്താ യഅലമ ഐന മസീറു, എവിടെയായിരിക്കും അവന്റെ സങ്കേതം, അവന്റെ അഭയം, അത് സ്വർഗത്തിനാകുമോ നരകത്തിനാകുമോ? വഹത്താ യഅലമ വഹത്താ യറാ മഖ്അദഹു മിനൽ ജന്നതി അവിന്നാർ, നരകത്തിലാണോ സ്വർഗത്തിലാണോ അവന്റെ അവസാനം എന്നറിയുന്നത് വരെ ഒരാളും ഈ ലോകത്തോട് വിട പറയുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന് വേണ്ടി ജീവിതം കഴിച്ചുകൂട്ടിയ, ഈമാനോടെ ജീവിതം കഴിച്ചുകൂട്ടിയ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വിട പറയാൻ കാത്തുകിടക്കുകയാണ്. ചക്രവർത്തിയും ഭരണാധികാരിയുമായ മർവാൻ അബൂ ഹുറൈറയെ കാണാൻ വേണ്ടി വന്നപ്പോൾ അബൂ ഹുറൈറ കരയുകയാണ്, കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. മർവാൻ ദുആ ചെയ്തു, പടച്ചവനെ അബൂ ഹുറൈറക്ക് നീ ലഘൂകരിച്ചു കൊടുക്ക്, വേദന കുറച്ചു കൊടുക്ക്. ആ സമയത്ത് അദ്ദേഹം തന്റെ അവസാന വർത്തമാനം പറഞ്ഞു. അബൂ ഹുറൈറ പറഞ്ഞു, ഞാൻ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ എന്റെ കണ്ണുകൾ നിറയുന്നത് ദുനിയാവുമായോ നിങ്ങളുമായോ വേർപിരിയുന്ന വിഷയത്തിലല്ല. എന്റെ അടുക്കലേക്ക് രണ്ട് മലക്കുകൾ വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരെന്നോട് സ്വർഗം നിങ്ങൾക്കുണ്ട് എന്നാണോ നരകം നിങ്ങൾക്കുണ്ടെന്നാണോ പറയുക എന്നെനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഈ മഹാനായ സ്വഹാബി ലോകത്തോട് വിട പറഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഒരു രംഗം, മരണരംഗം, ഖബറിലുള്ള അവസ്ഥ. അൽ ഖബ്റു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന,
ഒന്നുകിൽ നമ്മുടെ അവസാന ഇടം സ്വർഗത്തിലുള്ള ഒരു ഉദ്യാനമായിരിക്കും, അതല്ലെങ്കിൽ നരകത്തിലെ ഒരു കുഴിയായിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൃത്തികേടുകൾ ചെയ്തവനാണെങ്കിൽ, കൊള്ളരുതാത്തവനാണെങ്കിൽ, ഖബറിൽ കിടക്കുന്ന ആൾക്ക് നരകത്തിന്റെ കഠിനമായ അനുഭവങ്ങളുണ്ടാകും. അവന്റെ അടുക്കലേക്ക് ശിക്ഷയുടെ ഒരു മാലാഖ വരും. ഈ മാലാഖയുടെ രൂപമാകെ ഭയാനകമായിരിക്കും, ദുർഗന്ധം വമിക്കുന്ന രൂപമായിരിക്കും, മോശമായ വസ്ത്രങ്ങളായിരിക്കും. എന്നിട്ട് ഈ മനുഷ്യനെ ശിക്ഷിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അബ്ശിർ സഖ്തം മിനല്ലാഹ്, നിനക്ക് അല്ലാഹുവിന്റെ കോപമുണ്ട്, നിനക്ക് അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷയുമുണ്ട്. ഈ മനുഷ്യൻ ആകെ ഭയന്ന് നിലവിളിക്കുമ്പോൾ ഈ മനുഷ്യന് വേണ്ടിയുള്ള സമ്മാനം അവിടെ വെച്ച് പറയപ്പെടുകയാണ്. ഈ മനുഷ്യന്, നരകാവകാശിയായ ഈ മനുഷ്യന് നരകത്തിൽ നിന്നുള്ള 2 പലകകൾ വിരിപ്പുകളായി വിരിച്ചു കൊടുക്കൂ. നരകത്തിലേക്ക് അവന്റെ ഖബറിൽ നിന്നൊരു വാതിൽ തുറന്നു കൊടുക്കൂ എന്ന് പറയപ്പെടും സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഇതിൽ നിന്നാണ് നമ്മൾ കാവൽ തേടുന്നത്. നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്നത്. ചിന്തിക്കണം, നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സുലഭമാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്, ഒരു സമയമുണ്ട്. ലൈസ ബൈനഹു വ ബൈനല്ലാഹി തർജുമാൻ, അല്ലാഹുവിന്റെയും ഈ മനുഷ്യന്റെയും ഇടയിൽ ഒരു ദ്വിഭാഷിയുടെ ആവശ്യമുണ്ടാവുകയില്ല, പരിഭാഷകന്റെ ആവശ്യമില്ല. അല്ലാഹു ചോദ്യം ചോദിക്കും. മറുപടി പറയാൻ കഴിയാതെ നിരാശനായ ഇവൻ വലതുഭാഗത്തേക്ക് നോക്കും. വലതുഭാഗത്ത് അവന്റെ അമലുകളല്ലാതെ ഒന്നും കാണുന്നില്ല. ഇടതുഭാഗത്തേക്ക് നോക്കും, അവിടെയും ഒന്നും കാണുന്നില്ല. ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ നേരെ നോക്കും, എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലുമുണ്ടോ, ഒരു പിടിവള്ളി വല്ലതുമുണ്ടോ. മുത്ത് റസൂല് പറയാണ്, ഫലാ യറാ ഇല്ലന്നാറ തിൽഖാഅ വജ്ഹി, അവന്റെ നേരെ അവൻ നരകമല്ലാതെ മറ്റൊന്നും കാണുകയില്ല. ഫത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചിന്ത കൊണ്ടാണെങ്കിലും. ചിലപ്പോ നിസ്സാരമായ ഒരു വർത്തമാനം മതിയാകും, ചിലപ്പോ മോശമായ ഒരു ചിന്ത മതിയാകും, ചിലപ്പോൾ ഹറാമായ ഒരു നോട്ടം മതിയാകും. വലൗ ബിശിഖ്ഖി തംറ, ചിലപ്പോൾ ചില സാധനങ്ങൾ നൽകിയാൽ മതിയാകും. ഒരു കാരക്കയുടെ ചെറിയ കഷ്ണം കൊണ്ടെങ്കിലും കഠോരമായ നരകത്തിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വജീഅ യൗമഇദിൻ ബിജഹന്നം, മഹ്ശറിൽ അല്ലാഹു നരകത്തെ കൊണ്ടുവരുന്നതാണ്. 70,000 കൊളുത്തുകൾ ആ നരകത്തിനുണ്ടാകും. 70,000 കൊളുത്തുകളിൽ ഓരോ കൊളുത്തുകളിലും അസംഖ്യം മാലാഖമാരും നരകത്തിലുണ്ടാകും. ആ നരകത്തെ വിളിവലിച്ചു കൊണ്ടുവരാനുണ്ടാകും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നരകത്തിന്റെ ഭീകരമായ അട്ടഹാസമുണ്ടല്ലോ, നരകത്തിന്റെ അനർത്ഥയുണ്ടല്ലോ, അല്ലാഹു തആല അത് എത്രമേൽ മോശമായ രീതിയിലാണ് നമ്മുടെ മേൽ വർണ്ണിച്ചു തരുന്നത്. കണ്ടാൽ ഞെട്ടിപ്പോകും നമ്മൾ. ലതറവുന്നൽ ജഹീം, നിങ്ങൾ ജ്വലിക്കുന്ന നരകത്തെ കാണുക തന്നെ ചെയ്യും. തീർന്നില്ല. ثم لترونها عين اليقين, ദൃഢമായ കാഴ്ച, നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. കൽബിലൊരടക്കം പറയുന്നവന് വരുന്നുണ്ടോ, കേൾക്കുന്നവർക്ക് വരുന്നുണ്ടോ? അത് വരാനാണ് അല്ലാഹു ഇത്ര ശക്തമായിട്ട് ഈ വചനങ്ങൾ ബോധ്യപ്പെടുത്തിയത്. കല്ലാലയുംബദന്ന ഫിൽ ഹുതമാ നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്വലിഉ അലൽ അഫ്ഇദ, നിങ്ങളെ പൂർണ്ണമായും കരിച്ചു കളയുന്ന, നിങ്ങളുടെ ഹൃദയങ്ങളെ പോലും
പോലും കരിച്ചു കളയുന്ന നരകാഗ്നിയുണ്ട് എന്ന് ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാതെ അറിയുന്ന വചനങ്ങളാണല്ലോ. ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, നരകത്തിൽ അല്ലാഹു ഏറ്റവും ചെറിയ ശിക്ഷ നൽകുന്ന ആളെക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. അവൻ അദ്ദേഹത്തിന് 2 കാലിൽ ചെരുപ്പ് ധരിപ്പിക്കപ്പെടുമെന്നാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. പക്ഷേ അത് ശാശ്വതമാണ്, അതിന് അവസാനമില്ല. ആ ചെരുപ്പിന്റെ ചൂടിന്റെ ശക്തി കാരണം നരകത്തിൽ വെച്ച് ആ മനുഷ്യന്റെ തലച്ചോറിങ്ങനെ പൊട്ടിയൊലിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇവിടുന്ന് അഹങ്കരിച്ചവർ, ഇവിടുന്ന് ഹറാമായ വസ്ത്രം ധരിച്ചവർ, ഇവിടുന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാൻ വലിയവനാണെന്ന് അഹങ്കരിച്ചവർ, നമ്മുടെ വസ്ത്രങ്ങളിലൂടെ, നമ്മുടെ ഭാര്യയുടെ വസ്ത്രങ്ങളിലൂടെ, നമ്മുടെ സഹോദരിമാരുടെ വസ്ത്രങ്ങളിലൂടെ, നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ, സ്വഭാവങ്ങളിലൂടെ പടച്ച തമ്പുരാനെ നിന്ദിക്കുകയും അവന്റെ കൽപ്പനകളെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തവർ എന്തേ ഖുർആനിന്റെ വർത്തമാനം കേൾക്കുന്നില്ല? എനിക്കും നിങ്ങൾക്കും കേൾക്കാനല്ലയോ അല്ലാഹു ഇത് പറഞ്ഞത്? നാളെ റബ്ബിന്റെ മുമ്പിലെത്തിയാൽ ഞാനിത് അറിഞ്ഞിട്ടില്ല, ഞാനിത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖറനീന ഫിൽ അസ്ഫാദ്. സംഘടനകളിൽ ബന്ധിപ്പിക്കപ്പെട്ടവരായി കുറ്റവാളികളായ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് നബിയെ നിങ്ങൾക്കന്ന് കാണാൻ കഴിയും. സറാബീലുഹും മിൻ ഖതിറാൻ, സറാബീലുഹും അവരുടെ കുപ്പായങ്ങളുണ്ടല്ലോ, മിൻ ഖതിറാൻ അത് തീപ്പന്തങ്ങളാലുള്ളതാണ്. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയുള്ളവർ ശ്രദ്ധിച്ചോളൂ. കണ്ണുകൾ കൊണ്ട് ഹറാമുകൾ കാണാൻ പടച്ച തമ്പുരാനെ ഓർക്കാൻ തയ്യാറല്ലാത്തവർ ചിന്തിച്ചോളൂ. വതഗ്ശാ വുജൂഹഹുമുന്നാർ, അവരുടെ മുഖമാകെ തീ കൊണ്ട് നിറക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് പറയുകയാണ്. നരകവാസികൾ ദാഹിച്ച് വെള്ളം ചോദിക്കുന്ന റബ്ബിന്റെ വർത്തമാനം ഇത് ഞാൻ എന്റെ വക പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഹുദവി പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ പറഞ്ഞതാണ് എന്ന്. അല്ലല്ലോ, ഇത് ഖുർആൻ എന്റെ ചെവിയിലും എന്റെ ഹൃദയത്തിലും മന്ത്രിക്കുന്ന വചനങ്ങളല്ലേ. വയുസ്ഖാ മിൻ മാഇൻ സദീദ്, രക്തവും ജലവും കൂടിച്ചേർന്ന ദുർനീര് മനുഷ്യർ കുടിപ്പിക്കപ്പെടുന്നതാണ്. അത് വയറിലേക്ക്, അത് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ അവൻ അതിനെ ഇങ്ങനെ പ്രയാസത്തോടെ കീഴ്പോട്ടിറക്കാൻ ശ്രമിക്കും. അവനത് കീഴ്പോട്ടിറക്കാൻ കഴിയില്ല. അവൻ കരുതും പടച്ചവനെ ഞാനൊന്നും മരിച്ചു വിട്ടിരുന്നെങ്കിലെന്ന്. ഇല്ല, നരകത്തിൽ മരണമില്ല. എല്ലാ ഭാഗത്തുകൂടെയും മരണം അവന്റെ അടുക്കലേക്ക് വരുമ്പോഴും അവന് മരിക്കാൻ കഴിയുന്നില്ല. അവന്റെ മുഖത്ത് നരകശിക്ഷ പൊതിയുന്നതാണ്. അവന്റെ പാനീയം വളരെ മോശമാണ്. ഈ നരകത്തിൽ നിന്ന് ഇന്ന് രാത്രി അല്ലാഹു ഇത്തക്ക് ചെല്ലുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദ. കേട്ടോളൂ, മനസ്സിലേക്ക് ഇതങ്ങ് തറപ്പിച്ചോളൂ. നരകം ചില ആളുകളുടെ, കുറ്റവാളികളായ ആളുകളുടെ സങ്കേതമാണ്. എന്തേ കാരണം? അതവർക്ക് അല്ലാഹു നൽകുന്ന അനുയോജ്യമായ ശിക്ഷയാണ്. ജസാഅൻ വിഫാഖാ ലിഅന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. പടച്ചവൻ എന്നെ വിചാരണ ചെയ്യും, എന്നിട്ട് എനിക്ക് സ്വർഗം തരും, എനിക്ക് നരകം തരും. ഇങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും അവനുണ്ടായിരുന്നില്ലല്ലോ. വകല്ലബൂ ബിആയാതിനാ കില്ലാബാ. ഖുർആനിലുള്ള ആയത്തുകൾ കേൾക്കുമ്പോ അതിനെയൊക്കെ അവർ കളവാക്കിയിരുന്നല്ലോ. ഹബീബായ മുഹമ്മദ് മുസ്തഫ
നരകം അവിടത്തേക്ക് പറയാൻ കഴിയുമായിരുന്നില്ല. നമ്മളൊക്കെ ഈമാനിന് ശക്തിയില്ലാത്തത് കൊണ്ടാണ് നാവ് കൊണ്ട് ഇങ്ങനെ ശക്തമായി പറയുന്നത്. ഹബീബിനത് പറയാൻ കഴിയുമായിരുന്നില്ല. ഒരിക്കൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുത്ത് റസൂലിന്റെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്ദരനായ ജിബ്രീൽ, മലാഖയായ ജിബ്രീൽ, മലക്കുകളിലെ രാജകുമാരനായ ജിബ്രീൽ ഇന്നത്തെ രാത്രിയിൽ വിശ്വാസികളുടെ അടുക്കലൂടെ കടന്നു ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് മുഅ്മിനീങ്ങൾക്ക് അഭിവാദ്യം ചെയ്യുന്ന മലക്കുകളുടെ രാജകുമാരൻ, ഈ പരിശുദ്ധ ഖുർആനിന്റെ ദിവ്യവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചിരുന്ന മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ. സുന്ദരനായ ജിബ്രീലിന്റെ മുഖം വിവർണമായിരിക്കുന്നു. ജിബ്രീലെ, എന്താണ് ഇങ്ങനെ നിറം മാറിയിരിക്കുന്നത്? എന്താണ് ഈ മുഖത്ത് കാണുന്ന ഭയം? നബിയേ, ഞാൻ വരുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്. അല്ലാഹു എനിക്ക് നരകത്തിന്റെ അഗ്നിയുടെ ജ്വാല കാണിച്ചു തന്നു യാ റസൂലല്ലാഹ്. നബി പറഞ്ഞു, ജിബ്രീലെ, എങ്കിൽ അതൊന്ന് എനിക്ക് വർണ്ണിച്ചതായോ? അല്ലാഹുവിന്റെ റസൂലേ, ഇന്നല്ലാഹ അമറ ബിജഹന്നം, അള്ളാഹു നരകത്തോട് കൽപ്പിച്ചു 100 വർഷം 1000 വർഷമാ നരകം അങ്ങ് കത്താൻ. നരകം വെളുത്തുപോയി. മുഅ്മിനേ, നമ്മുടെ കണ്ണിൽ കാണുന്ന വെളുപ്പാവുകയില്ല. തീയുടെ ചൂടിന്റെ കഠിനമായ വെളുപ്പാണ്. വീണ്ടും 1000 കൊല്ലം അത് ചുവന്നുപോയി. വീണ്ടും 1000 കൊല്ലം കത്തിച്ചു, അത് കറുത്തുപോയി. നരകം കറുത്തിരുണ്ടതാണ്. അതിലെ തീ ഒരിക്കലും അണയുകയില്ലല്ലോ. വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയ, താങ്കളെ നബിയായി അയച്ച അല്ലാഹു തന്നെയാണ്. ആ നരകത്തിൽ നിന്ന് ഒരു സൂചിപ്പഴുതെങ്ങാനും ഈ ഭൂമിയിലേക്ക് തുറക്കപ്പെട്ടാൽ ലമാത മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, ഈ ഭൂമിയിലുള്ള എല്ലാവരും മരിച്ചു പോകും. ചെറുപ്പക്കാരെ, ചിന്തിക്കണം. ബഹുമാനപ്പെട്ട മഹാനായ ഒരു പണ്ഡിതൻ ബസ്റയുടെ തെരുവിലൂടെ നടക്കുകയാണ്. ഒരു പിഞ്ചുബാലൻ നിന്ന് കരയുന്നുണ്ട്. എന്താ മോനെ കരയുന്നത്? ഞാൻ ഖുർആനിലുള്ള ഒരായത്താലോചിച്ച് കരയുകയാണെന്ന് ഈ പിഞ്ചുബാലൻ മറുപടി പറഞ്ഞു. ഏതാണ് ആ ആയത്ത്? നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ, വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിലെ വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണല്ലോ. അതാലോചിച്ച് കരഞ്ഞു പോയതാണ്. മോനെ, നീ എന്തിന് കരയണം? നീ ചെറിയ കുട്ടിയല്ലേ, നിന്നെ അല്ലാഹു നരകത്തിൽ കടത്തില്ലല്ലോ. ആ കുഞ്ഞു പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, സാധാരണ നമ്മൾ അടുപ്പ് കത്തിക്കാറുണ്ടല്ലോ, വിറകുകൾ കത്തിക്കാറുണ്ടല്ലോ. വലിയ വിറകുകൾ കത്തിക്കുന്നതിന്റെ മുമ്പ് ചെറിയ വിറകുകളാണല്ലോ, ചുള്ളിക്കമ്പുകളാണല്ലോ ആദ്യം കത്തിക്കാറുള്ളത്. അതുകൊണ്ട് എന്നെ ആദ്യം ഉൾപ്പെടുത്തുമോ അല്ലാഹു ആ നരകത്തിന്റെ ഭീതിതമായ ലോകത്തേക്ക്? അല്ലാഹു എന്നെ ആദ്യം കൊണ്ടുപോകുമോ എന്ന് ഞാൻ പേടിച്ചതാണെന്ന് ഈ കുഞ്ഞു മറുപടി പറഞ്ഞു. അല്ലാഹു നമ്മുടെ ഖൽബിൽ ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹിനോട് പറയാണ്, ആ നരകത്തിന്റെ ഒരു സൂക്ഷിപ്പുകാരൻ ഈ ഭൂമിയിലേക്ക് വന്നാൽ ആ ദുർഗന്ധം കാരണം ഭൂവാസികൾ മുഴുവൻ മരിച്ചു പോകും. അതിൽ നിന്നുള്ള ഒരു വട്ടക്കണ്ണി ഭൂമിയിലെ ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാൽ ആ 7ാം ഭൂമി വരെ അത് ഉരുകി ഒലിച്ചു പോകുമെന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ. ജിബ്രീലെ, ഇനി എനിക്ക് കേൾക്കാൻ വയ്യ, എന്റെ ഹൃദയം തകരുന്നു ജിബ്രീലെ. ജിബ്രീൽ നബിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നബി കരയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ജിബ്രീലും കരയാണ്. രണ്ടുപേരും കരഞ്ഞു. നബി ചോദിച്ചു, ജിബ്രീലെ, താങ്കൾ എന്തിനാ കരഞ്ഞത്? അവിടെന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ഇത് ആലോചിച്ച് കരഞ്ഞതാണ്. എന്തിന് നീ കരയണം? താങ്കൾ കരയണം. കാരണം താങ്കളെ അല്ലാഹു ഉന്നതമാക്കിയ ആളല്ലേ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വലിയ ആളായിരുന്നല്ലോ. ആ വലിയ ആളുടെ അവസ്ഥ ജിബ്രീൽ ഓർമ്മിച്ചു. റസൂലുള്ളാഹി തിരിച്ചു പോരുമ്പോൾ സ്വഹാബികൾ ഇങ്ങനെ സംസാരിക്കുന്നു, ചിരിക്കുന്നു, തമാശ പറയുന്നു. അതൽഹഖൂൻ, ചോദിച്ചു, നിങ്ങൾ ചിരിക്കാണോ? വവറാഅകും ജഹന്നം, നിങ്ങളുടെ തൊട്ടു മുമ്പിൽ നരകമുണ്ടല്ലോ. ഫലൗ തഅലമൂന മാ അലം,
ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നുവെന്ന് സയ്യിദുനാ നബിയുനാ റസൂലുള്ളാഹി. ആ നരകമാണ് കൊണ്ടുവരിക. അല്ലാഹു നമ്മുടെ ഖൽബിൽ ആ വിശ്വാസം തരുമാറാകട്ടെ. അതിനെ പേടിച്ച് റമളാൻ പൂർണ്ണമായും ഉപയോഗിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബിന്റെ കാരുണ്യം കിട്ടാതിരിക്കാൻ അവിടുന്ന് അല്ലാഹുവിന്റെ ദുആ ചെയ്തല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം. റമളാൻ കഴിഞ്ഞു പോയിട്ടും പാപം പൊറുക്കാത്തവന്റെ മേലിൽ അല്ലാഹു കരുണ ചെയ്യാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകം കാണുമ്പോ മനുഷ്യൻ ആലോചിക്കും, ഞാൻ നല്ലത് ചെയ്തിരുന്നുവെങ്കിൽ. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ മുൻപ് നല്ലത് ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ, ഞാൻ ആ 27-ാം രാവ് ഉപയോഗപ്പെടുത്തിയെങ്കിൽ, ഞാൻ സുന്നത്തുകൾ നിസ്കരിച്ചിരുന്നുവെങ്കിൽ, ഞാൻ സിനിമ കാണാതിരുന്നുവെങ്കിൽ, ഞാൻ ഹറാം കൈയൊഴിച്ചിരുന്നുവെങ്കിൽ. ചിന്തിക്കും. അല്ലാഹു ചോദിക്കാണ്, അന്നവൻ ചിന്തിച്ചിട്ടെന്ത് കാര്യം? മുഅ്മിനേ, അല്ലാഹു നമ്മെ നിരാശരാക്കില്ല. അതിനു വേണ്ടിയിട്ടാണല്ലോ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇന്ന് രാത്രി റബ്ബിനോട് ചോദിച്ച് നമ്മൾ നേടുക ഉത്തഖാഉല്ലാഹി മിനന്നാർ. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുക്കൽ വന്നു. നരകത്തിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാണ്. നരകത്തിന്റെ 1-ാമത്തെ കവാടം, 2-ാമത്തെ കവാടം, 3-ാമത്തെ കവാടം, അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അതിന്റെ വീതി, അതിന്റെ വലിപ്പം, അതിലൂടെ കടക്കുന്ന കുറ്റവാളികൾ, മുനാഫിഖീങ്ങൾ, ജൂതന്മാർ, അങ്ങനെയുള്ള ദുർമാർഗികൾ. 7-ാമത്തെ കവാടത്തിന്റെ കാര്യം പറയുകയാണ്. ജിബ്രീൽ ഒരൽപ്പം നിശബ്ദനായി. എന്താണ് ജിബ്രീലേ 7-ാമത്തെ കവാടത്തിന്റെ കാര്യം എന്നോട് പറയാത്തത്? കേൾക്കൂ നിങ്ങൾ. അവിടുന്ന് പറയുകയാണ്, 7-ാമത്തെ കവാടത്തിലുണ്ടല്ലോ അല്ലദീന മിൻ നബിയെ, അത് അങ്ങയുടെ സമുദായത്തിൽപ്പെട്ടവരാണ്. ആരാ ജിബ്രീലേ? അങ്ങയുടെ സമുദായത്തിലെ കുറ്റവാളികൾ. മാതൂ വലം യതൂബൂ, തൗബ ചെയ്യാതെ മരിച്ചുപോയ അങ്ങയുടെ ഉമ്മത്തിലെ ആളുകൾക്കായിരിക്കും ആ 7-ാമത്തെ കവാടം. ഫഖറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്ശിയൻ അലൈഹി, ഹബീബ് ബോധരഹിതനായിട്ട് വീണുപോയി. ജിബ്രീൽ അടുക്കലുണ്ട് അലൈഹിസ്സലാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു. ചോദിച്ചു, അവയദ്ഖുലു അഹദും മിൻ ഉമ്മത്തി അന്നാർ. ജിബ്രീലേ, എന്റെ സമുദായത്തിലെ ഏതെങ്കിലും ഒരാൾ നരകത്തിൽ കടക്കുമോ? അതേ നബിയേ, ഇങ്ങനെയുള്ള ആളുകൾ കടക്കും. നബിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മെക്കാൾ സ്നേഹിക്കുന്ന മുത്തുനബി ജിബ്രീലിനോട് ആ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നബിയേ, നരകത്തിലേക്ക് അവരെ കൊണ്ടുവരും. അവരുടെ താടികൾ പിടിക്കും, സ്ത്രീകളുടെ മുടികൾ പിടിക്കും. അള്ളാഹുവിന്റെ സബാനിയാക്കളായ മലക്കുകൾ അവരെ നരകത്തിലേക്ക് നയിക്കും. അവര് പൊട്ടിപ്പൊട്ടിക്കരയും. ഒരു രക്ഷയും അവർക്കുണ്ടാവുകയില്ല. നരകത്തിലേക്ക് അവരെ വലിച്ചെറിയും. പക്ഷേ സുജൂദ് ചെയ്തവരാണെങ്കിൽ അള്ളാഹു അവരുടെ മുഖം കറുപ്പിക്കുകയില്ല. നോമ്പ് നോറ്റവരാണെങ്കിൽ, ഖുർആനോദിയവരാണെങ്കിൽ അള്ളാഹു അവരുടെ ഹൃദയം കറുപ്പിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ ഇത് കേട്ട് വല്ലാതെ കരഞ്ഞു. പിന്നെ കുറച്ചു ദിവസം പള്ളിയിൽ തന്നെ, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരാളോടും സംസാരിക്കുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, എന്താ നബിയെ പറ്റിയത്? മിണ്ടുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു വന്നു, എന്താ നബിയെ പറ്റിയത്? സംസാരിക്കുന്നില്ല. വേദനയാണ്, പ്രാർത്ഥനയാണ്, സുജൂദാണ്, നിസ്കാരമാണ്. അവസാനം ഇവർത്തുന്നു ഫാത്തിമ ബീവിയോട് പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിയെ കണ്ടു. വാപ്പാ, എന്താണ് വന്നത്? യാ റസൂലല്ലാഹ്, മല്ലദീ നസല അലൈക മിനൽ അദാബ്, എന്ത് ശിക്ഷയെക്കുറിച്ചാണ് നബിയെ അങ്ങയുടെ മുമ്പിൽ വിവരം കിട്ടിയിട്ടുള്ളത്? അപ്പോൾ പറഞ്ഞു ഫാത്തിമ, എങ്ങനെയാണ് ഞാൻ നിന്നോടത് പറയുക? എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു, എനിക്ക് നരകത്തിലുള്ള കവാടങ്ങൾ പറഞ്ഞു തന്നു. എന്നോട് ജിബ്രീൽ പറഞ്ഞു, നരകത്തിന്റെ 7-ാമത്തെ
കവാടത്തിൽ എന്റെ സമുദായമായിരിക്കും എന്ന കാര്യം. അതാണ് എന്നെ ദുഃഖിപ്പിച്ചത്. പിന്നെ എന്തെല്ലാമാണ് നബിയെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്? റസൂലുള്ളാഹി സുദീർഘമായി പറയുന്ന ആ ഹദീസിൽ കാണാം, അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് നരകത്തിൽ ഇവരിങ്ങനെ കാലങ്ങളോളം കഴിഞ്ഞാൽ ഒരിക്കൽ അല്ലാഹു ജിബ്രീലിനെ വിളിക്കും, ജിബ്രീൽ, എന്താണ് മുഹമ്മദ് നബിയുടെ സമുദായത്തിലുള്ള ആളുകൾ, കുറ്റവാളികളായ ആളുകളുടെ അവസ്ഥ, അവരെ ഒന്ന് പോയി കാണൂ. ജിബ്രീൽ ചെല്ലുമ്പോൾ നരകത്തിന്റെ മാലാഖയായ മാലിക് അലൈഹിസ്സലാം അലാ കുർസിയും മിന്നാർ, തീനാലുള്ള ഒരു കുർസിയിൽ ഒരു കസേരയിൽ ഇങ്ങനെ ഉണ്ടാകും. ജിബ്രീൽ ചെല്ലുമ്പോ എഴുന്നേറ്റ് നിൽക്കും നേതാവാണല്ലോ. എന്താണ് ജിബ്രീൽ അങ്ങ് വന്നിട്ടുള്ളത്? ഞാൻ ഉമ്മത്ത് മുഹമ്മദിന്റെ കാര്യം നോക്കുവാനാണ്. അവരുടെ അവസ്ഥ എന്താണ്? വല്ലാത്ത മോശമാണല്ലോ അവരുടെ അവസ്ഥ. നരകത്തിൽ അവർ കരിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അള്ളാഹു അവരുടെ മുഖം കരിച്ചിട്ടില്ല. എന്നാൽ എനിക്ക് അവരെ ഒന്ന് കാണണമല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം അവരെ കാണുമ്പോ ഇവർ ജിബ്രീലിനെ കാണും. ഏതാണ് ഈ നല്ലയാൾ, ഏതാണ് ഈ നല്ല സൃഷ്ടി? പറയപ്പെടും, ഇത് ജിബ്രീലാണ്. ഓ ജിബ്രീലോ, ഞങ്ങളുടെ നബിയുടെ അടുക്കലേക്ക് ഖുർആൻ കൊണ്ടുവന്നിരുന്ന ജിബ്രീലല്ലേ? ജിബ്രീലേ, താങ്കൾ ഞങ്ങളുടെ നബിയുടെ അടുക്കൽ പോയിട്ടെന്ന് സലാം പറയണം. ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ, ഞങ്ങൾക്ക് രക്ഷ നൽകാൻ താങ്കൾ ഒന്ന് പറയണേ. ഹദീസിൽ വർണ്ണിക്കുകയാണ്, ജിബ്രീൽ അള്ളാഹുവിന്റെ അടുക്കൽ ചൊല്ലും. അള്ളാഹു ഈ കാര്യങ്ങൾ പറയും. എന്നാൽ നിങ്ങൾ പോയിട്ട് മുഹമ്മദുർ റസൂലിനോട് പറയൂ. ജിബ്രീൽ എന്റെ അടുക്കൽ വരും, എന്നോട് നരകാവകാശികളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ പോകും. ഞാൻ സുജൂദിൽ വീഴും. ഞാൻ വീണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹു അവസാനം കുറ്റവാളികളായ ആളുകൾ, എന്നാൽ ഈമാനിന്റെ അംശങ്ങളുണ്ട്, നിസ്കാരമുണ്ടായിരുന്നു, നോമ്പുണ്ടായിരുന്നു, അങ്ങനെയുള്ള ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലാഹു കൽപ്പിക്കും. നരകത്തിൽ നിന്നവർ പുറത്തു വരും. ദുർഗന്ധത്തോടെ, കരിഞ്ഞ ശരീരത്തോടെ അവർക്ക് മാഉൽ ഹയാത്ത് എന്ന ഒരു ജലമുണ്ടാകും. ആ ജലത്തിൽ അവർ മുക്കിയാൽ അവർ സുന്ദരന്മാരായി മാറും, സുമുഖന്മാരായി മാറും. അവരുടെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകും, നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിച്ചവർ എന്ന്. മുഅ്മിനെ, നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിനല്ല, നമ്മൾ തേടുന്നത് ഇതിനല്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടോ എന്നാ കുറച്ചു സമയം നരകത്തിൽ കിടന്നിട്ട് നമുക്ക് സ്വർഗത്തിൽ കടക്കാന്ന്? ഈമാനുള്ളവർ അത് ആഗ്രഹിക്കൂല. അല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നരകത്തിൽ കിടക്കാത്ത സ്വർഗം, നരകത്തിന്റെ സ്പർശനം പോലും ഇല്ലാത്ത സ്വർഗം. അത് ഈ രാത്രിയിൽ നേടിയെടുക്കാൻ എന്റെ മുഅ്മിനെ നമുക്ക് സാധ്യമാകണം. ലക്ഷങ്ങളല്ല കോടികളുടെ ജീവിതം കഴിഞ്ഞുപോയി. നമ്മുടെ മാതാപിതാക്കൾ അവരിലുണ്ട്, നമ്മുടെ വേണ്ടപ്പെട്ടവർ അവരിലുണ്ട്, നമ്മുടെ ബന്ധുക്കൾ അവരിലുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ കഴിഞ്ഞുപോയി. ഈ രാത്രി അവരുടെ നരകമോചനത്തിനും വേണ്ടി കൂടി നമ്മൾ ചോദിക്കണം. അവസ്ഥ എന്താണെന്നറിയില്ല, ഏതവസ്ഥയിലാണെന്നറിയില്ല. ഇനി നാളെ ഈ ലോകത്ത് നിന്ന് നമ്മൾ യാത്രയാവുന്ന സന്ദർഭത്തിൽ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയില്ല. ഒരു തരം യാത്ര നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളിങ്ങനെ പോവുകയാണ്, ദുനിയാവിങ്ങനെ അനുഭവിക്കുകയാണ്, കാണുകയാണ്, കേൾക്കുകയാണ്. എന്താണ്, എവിടെയാണ്, എപ്പോഴാണ് നമ്മുടെ അജൽ എന്നാർക്കും അറിയില്ല. പക്ഷെ അതറിയുന്ന ഒരേ ഒരു ശക്തിയുണ്ട്, അത് അല്ലാഹുവാണ്. ആ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ എത്തുന്ന സന്ദർഭത്തിൽ പടച്ചോൻ നമുക്ക് സ്വർഗം അങ്ങ് തരണം. അതിന് ഈ രാത്രി എന്റെ മുഅ്മിനീങ്ങളെ നമ്മളൊക്കെ നന്നായിട്ട് റബ്ബിനോട് ദുആ ചെയ്യണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നിന്ന് നരകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും കേൾക്കുമ്പോഴും അല്ലാഹുവിനോട് കാവൽ തേടുമായിരുന്നു. നരകം പറയുമ്പോൾ കരയുമായിരുന്നു, കേൾക്കുന്ന സ്വഹാബികൾ കരയുമായിരുന്നു. നരകത്തിന്റെ ഭീഷണിയുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോ ഉണ്ടല്ലോ ഖുർആനിൽ, ഇല്ലാതിരിക്കുന്നില്ലല്ലോ, എല്ലാം ഉണ്ടല്ലോ. കൊളുത്തുകൾ, ചങ്ങലകൾ, പാമ്പുകൾ എല്ലാം ഉണ്ടല്ലോ. സ്വഹാബികളിൽ ചിലർ അത് കേൾക്കുമ്പോൾ ഹൃദയാഘാതം മൂലം മരിച്ചു പോകുമായിരുന്നു എന്നുവരെ ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ, ഇനി വരാനിരിക്കുന്ന രാത്രികളിൽ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പശ്ചാത്തപിച്ച് ആ സ്വർഗം നേടാൻ മുഅ്മിനെ നമ്മളൊക്കെ പ്രതിജ്ഞയെടുക്കണം. അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ, പടച്ചവനെ വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അറിയാതെ തേടുന്നുണ്ട്.
നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. നിസ്കാരം കഴിഞ്ഞിട്ട് അതിന്റെ ഏറ്റവും ഒടുവിൽ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നതിഹി വമിൻ അദാബിൻ നാർ. ചോദിക്കുന്നുണ്ട്, പക്ഷെ അത് മനസ്സിൽ തട്ടിയുള്ള ചോദ്യമാകണം. നമുക്ക് നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മൾ നമ്മുടെ ഭാര്യ നരകത്തിൽ നിന്ന് കാക്കണം, നമ്മുടെ മക്കളെ നരകത്തിൽ നിന്ന് കാക്കണം, നമ്മുടെ എല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിൽ കടക്കാൻ ഈ റമളാൻ നമുക്ക് സാക്ഷിയാകണം. 27-ാം രാവ് സ്വർഗത്തിനുള്ള രാവാണ്, റമളാൻ അതിനുള്ളതാണ്. റയ്യാൻ എന്ന കവാട എല്ലാം നമുക്ക് അല്ലാഹു തന്നിട്ട് നമ്മൾ ആ അവസരം വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ നമ്മെപ്പോലെ പരാജിതരായ ആളുകൾ ഉണ്ടാവുമോ? നമ്മൾ ഇന്ന് ഖൽബ് തുറക്കണം, മനസ്സ് റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കണം. എന്നിട്ട് ആ സ്വർഗം അല്ലാഹുവിനോട് ചോദിക്കുകയും നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടുകയും ചെയ്യണം. ദേ ഇന്ന് നമ്മൾ റമളാനിനോട് സലാം പറഞ്ഞ് ഈ മാസത്തെ നമ്മൾ യാത്രയാക്കുകയാണ് സാങ്കേതികമായിട്ട്. അടുത്ത കൊല്ലം ആരൊക്കെയാണ് നമുക്ക് റമളാൻ സ്വാഗതം ചെയ്യാൻ ഉണ്ടാവുക എന്നറിയില്ല. നമുക്കതിന് അല്ലാഹു ആയുസ് നീട്ടി തരുമാറാകട്ടെ, അല്ലാഹു അതിനുള്ള ആരോഗ്യം നമുക്ക് തരുമാറാകട്ടെ. ആരൊക്കെയാണ് ഇതുപോലെ സംസാരിക്കുവാൻ, കേൾക്കുവാൻ, ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഒരാൾക്കും അറിയില്ല. അന്ന് നമുക്കൊക്കെ അന്തസ്സോടെ ആഫിയത്തോടെ ഇവിടെ ഉണ്ടാകാൻ കഴിയണം. റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ രാത്രി മനസ്സ് തുറന്ന് തഖ്വയുള്ള ഹൃദയവുമായി റബ്ബിലേക്ക് അടുക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയുവാനുള്ളത്, ഇൻഷാ അല്ലാഹ് നാളെ ഉച്ചക്ക് നമ്മുടെ റമളാൻ പ്രഭാഷണത്തിന്റെ സമാപനമാണ്. ഏറ്റവും പവിത്രമായ ഒരു മജ്ലിസായിരിക്കും അത്. ഒരു നാട്ടിലാണെങ്കിൽ ആ നാട്ടിലുള്ളവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇതിനു വേണ്ടി മാത്രം വരുന്ന, ഈമാനോടെ ഇഖ്ലാസോടെ വരുന്ന, അല്ലാത്തവര് വരൂലല്ലോ, ഈമാനോടെ ഇഖ്ലാസോടെ വരുന്ന മുഅ്മിനീങ്ങളുടെ മജ്ലിസാണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും വരണം ളുഹർ നിസ്കരിക്കാൻ. അത് കഴിഞ്ഞ് ഒരല്പസമയം വഅള് പറഞ്ഞ് അതിനുശേഷം ദിക്റുകളോടെയും ദുആയോടെയും സമാപിക്കുന്ന ഒരു സദസ്സാണ് നാളെ ഉച്ചയ്ക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും, ഇന്ന് രാത്രിയിലെ ക്ഷീണമുണ്ടാകും. എന്നാലും ളുഹർ കഴിയുമ്പോഴേക്ക്, ളുഹർ നിസ്കാരത്തിന്റെ സമയമാകുമ്പോഴേക്ക് ഈ പള്ളിയിൽ വന്ന് റമളാനിലെ അവിസ്മരണീയമായ ഒരു മജ്ലിസാക്കിയിട്ട് ആ മജ്ലിസ് നമുക്ക് മാറ്റണം ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും നാളെ ഉച്ചക്ക് പരമാവധി ആളുകളെ കൊണ്ടുവരാൻ കഴിയുന്നവരെ അതും അറിയിച്ചിട്ട് ഈ മസ്ജിദിൽ നാളെ എത്തിച്ചേരണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇന്നും നാളെയും ഒക്കെ നമ്മൾ ചെയ്യുന്ന ദുആകൾ അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇത്രയും ദിവസങ്ങളിലും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലും നോമ്പ് തുറക്കുന്നതിനായിട്ട് പണമായും ആഹാര സാധനങ്ങളായും ഇവിടെ സ്വതക്ക നൽകിയവരുണ്ട്. അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം നൽകിയത്, നോമ്പ് തുറക്കാനും അതുപോലെ അത്താഴത്തിനുമുള്ള ഭക്ഷണം നൽകിയത് ഒന്ന് നമ്മുടെ മൂസഹാജിയും അതുപോലെ ഒന്ന് നമ്മുടെ പള്ളിയുടെ ഈ കളക്ഷന് നേതൃത്വം നൽകുന്ന സെയ്ദ് മുഹമ്മദും ആയിരുന്നു. ബാക്കിയുള്ളവർക്ക് അതിന് കഴിയാത്തത് കൊണ്ടല്ല, കൂടുതൽ ആളുകളെ പ്രയാസപ്പെടുത്തണ്ട, അത് ഞങ്ങൾ തന്നെ ഏറ്റെടുത്തോളാം എന്നുള്ളത് കൊണ്ടാണ്. അതൊരു വിശാലമായ മനസ്സാണ് റബ്ബേ. ജീവിതത്തിന്റെ ഒരു ഘട്ടങ്ങളിലും അവർക്കോ അവരുടെ കുടുംബങ്ങൾക്കോ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ അല്ലാ. എല്ലാവരും ആമീൻ പറയും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസവും ഞങ്ങൾക്ക് ഈ ഭക്ഷണം നൽകിയവർക്കും നമ്മെ സഹായിക്കുന്ന ഒരാൾക്കും നീ കൊടുക്കല്ലേ അല്ലാ. അതുപോലെ ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ, സന്താനങ്ങൾ ഉണ്ടാവാനും കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാനും ദുആ ചെയ്യാൻ, മരണപ്പെട്ടു പോയ പിതാവിനും വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നതിനും കടങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ജീവിത വരുമാനം ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ, അതുപോലെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ, തനിക്കും കുടുംബത്തിനും കച്ചവടത്തിനും വേണ്ടി ദുആരക്കാൻ, മരണപ്പെട്ട പിതാവിനും കച്ചവടത്തിനു വേണ്ടിയും ദുആ ചെയ്യാനോ എല്ലാവരും ആമീൻ പറയൂ. റഹ്മാനായ റബ്ബേ, എല്ലാ സ്വതക്കകളും നീ സ്വീകരിക്കണേ റഹ്മാനേ. എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. റബ്ബേ, ഈ സ്വതക്കകൾക്കൊക്കെ പകരം അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ നാഥാ. റഹ്മാനേ, മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യാൻ പറഞ്ഞവർക്ക് കച്ചവടത്തിൽ നീ ഖൈർ നൽകണേ അല്ലാഹ്.
റബ്ബേ ഞങ്ങൾക്ക് ദീർഘായുസ് താ റഹ്മാനേ, അമലുകൾ ഖബൂൽ ചെയ്യ അല്ലാഹ്. ലൈലത്തുൽ ഖദർ എത്തിയവരിൽ ഞങ്ങളെയും ചേർക്ക് റഹ്മാനേ. ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചവരിൽ ഈ പാവങ്ങളായ ഞങ്ങളെയും ചേർക്ക് അല്ലാഹ്. നരകത്തിൽ നിന്ന് മോചനം താ റഹ്മാനേ. നരകത്തിന്റെ അഗ്നിയുടെ അടുപ്പം ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഞങ്ങൾ ആവർത്തിച്ച് നിന്നോട് സ്വർഗം തേടുന്നു, നീ ദുആ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിൽ പെടുത്തണേ അല്ലാഹ്. ഇത് അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാഹ്. റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണെങ്കിലും ഞങ്ങളുടെ അവസാനത്തെ വെള്ളിയാഴ്ചയാക്കല്ലേ അല്ലാഹ്. ദീർഘായുസ് തരണേ റഹ്മാനേ. ഞങ്ങളുടെ നാളത്തെ ഈ പരിപാടിയുടെ ദുആ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അതിലേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് നീ തഖ്വ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. അതിൽ പങ്കെടുക്കാൻ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബക്കറ്റുമായിട്ട് ഈ മുഅ്മിനീങ്ങളുടെ മുമ്പിലൂടെ പോകുമ്പോ എന്ത് മുറാദോടെയാണോ അതിലേക്ക് അവർ സദഖ നൽകുന്നത്, ആ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ റഹ്മാനേ. റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നീ നിന്റെ സ്വർഗം തരണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. പെരുന്നാൾ നിസ്കാരം രാവിലെ 9:30 സല്ലല്ലാഹു അലൈഹി വസല്ലം.